ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവമൊരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നോർത്ത് കേരള സെക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ ഈ ഡിവൈൻ മെസ്സഞ്ചർ എന്നതായ ചാനലിലൂടെ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം നൽകി. അതുമാത്രമല്ല, ഇതിന് നേതൃത്വം നൽകുന്നതായ എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരെയും വലിയവനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നതായ സന്ദർഭത്തിൽ എൻ്റെ മകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഡാഡി, വിധവ തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് കൊടുത്തു, തനിക്കുള്ള 2 നാണയങ്ങളും ദൈവത്തിന് കൊടുത്തു, പിന്നെ അവർ എങ്ങനെ ജീവിക്കും എന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മകനോട് പറഞ്ഞു, നാം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വളരെ ശക്തിയേറിയതായ ഒരു വാഗ്ദത്തമാണ് കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. തങ്ങൾ ആശ്രയിക്കുന്നതായ ഓരോ ദൈവ പൈതലിനും ദൈവം കൊടുത്തിരിക്കുന്നതായ ആ വാഗ്ദത്തം വളരെയേറെ വിലയേറിയതാണ്. ദൈവം ഒരിക്കലും വാക്ക് വ്യത്യാസം ചെയ്യുകയില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ദൈവമെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോഴും ഓരോ മനുഷ്യൻ്റെ ജീവിത അനുഭവത്തിലൂടെ നാം ചികഞ്ഞു നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ദാസനായ ഏലിയാവിനെ ആഹാബിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രവാചകനായ ഏലിയാവ് ആഹാബിൻ്റെ അടുക്കൽ ചെന്ന് പറയുവാനുള്ളത് 3 വർഷം, ഇനി 3 ആണ്ട് കഴിയുവോളം ഇനി മഴ പെയ്യുകയില്ല. ഈ ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുവാനുള്ളത്. വലിയൊരു ക്ഷാമം വരും എന്ന് ആഹാബിനോട് അറിയിക്കണം. കാരണം ആഹാബിൻ്റെ പാപം, അല്ലെങ്കിൽ ആഹാബ് ഇസ്രായേൽ മക്കളെ കൊണ്ട് ചെയ്യിച്ചതായ പാപം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കുന്നത് എന്ന് പറയണം എന്ന് പറഞ്ഞു. ദൈവം ഏലിയാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവം ഏലിയാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് ഏലിയാവ് ധൈര്യത്തോടെ പോയി ആഹാബിനോട് ഈ കാര്യം ഉണർത്തിച്ചു. ഉടനെ തന്നെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത് തോട്ടിലേക്ക് പോകണം, അവിടുത്തെ വെള്ളം കുടിക്കണം, ഞാൻ രാവിലെയും വൈകുന്നേരവും കാക്കയെ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഏലിയാവ് കെരീത് തോട്ടിൽ പോയി ഒളിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ വെള്ളം കുടിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ കാക്ക രാവിലെയും വൈകുന്നേരത്തും ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുത്തു, അപ്പം കൊണ്ട് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മളിവിടെ കാണുന്ന ഒരു പ്രവാചകന്റെ വാക്ക് ഒരിക്കലും നിഷ്ഫലമായി പോകുകയില്ല. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ, യഹോവ ഏലിയാവിലൂടെ കൽപ്പിച്ചതുപോലെ തന്നെ ക്ഷാമം രൂക്ഷമായി. കെരീത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. ഈ സന്ദർഭത്തിൽ ദൈവം പറയുകയാണ്,
ഏലിയാവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ പോറ്റുവാൻ തക്കവണ്ണം സാരാഫത്തിലെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പോറ്റുവാൻ തക്കവണ്ണം സാരാഫാത്തിലെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഏലിയാവ് സാരാഫാത്തിലേക്ക് കടന്നു പോകുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏലിയാവ് നോക്കിയപ്പോൾ ഒരു വിധവ അവിടെ നിന്ന് വിറക് പറക്കുന്നു. അടുത്ത് ചെന്ന് ഈ വണ്ണം പറഞ്ഞു, എനിക്ക് ഒരല്പം വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവർ വെള്ളമെടുക്കുവാൻ പോയതായ സമയത്ത് ഒരു വാക്കും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു, നീ വെള്ളം കൊണ്ടുപോരുമ്പോൾ ഒരു അടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിധവ യഥാർത്ഥമായി തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഏലിയ പ്രവാചകനോട് പറയുന്നത്, ഞങ്ങൾക്ക് ഭരണിയിൽ ഒരല്പം മാവ് മാത്രമേ ഉള്ളൂ, തുരുത്തിയിൽ ഒരല്പം എണ്ണ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു അടയുണ്ടാക്കി 2 വിറക് ശേഖരിച്ച ഞാനും കുഞ്ഞും കൂടെ മരിപ്പാൻ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. ഏലിയാവ് പറയുകയാണ്, എങ്കിലും നീ ഒരു കാര്യം ചെയ്യുക, നീ എനിക്കൊരു ചെറിയ അടയുണ്ടാക്കിക്കൊണ്ടുവരണം. അതിനുശേഷം നിങ്ങളും അടയുണ്ടാക്കി കഴിച്ച് നിങ്ങൾ തീരുമാനിച്ചതുപോലെ ചെയ്യുക. എന്നാൽ യഹോവയായ ദൈവം ഈ വണ്ണം പറയുന്നു, ഭരണിയിലെ അല്ലെങ്കിൽ കലത്തിലെ മാവ് തുരുത്തിയിലെ എണ്ണയും തീർന്നു പോകുകയില്ല എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് സാരാഫാത്തിലെ വിധവയുടെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടായിരുന്നു. അവരുടെ ജീവരക്ഷയ്ക്കായിട്ടാണ് ഏലിയ പ്രവാചകനെ സാരാഫാത്തിലേക്ക് അയച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം സേവിച്ചു പോരുന്നതായ ജീവനുള്ള ദൈവം അല്പം കൊണ്ട് നമ്മെ പോറ്റിപ്പുലർത്തുവാൻ ശക്തനാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അവൻ നമ്മെ കരുതുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീര്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, മുറവിളികള്, കഷ്ടപ്പാടുകള് അറിയുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അല്പം കൊണ്ട് അധികത്തെ പോറ്റുന്നതായ ഒരു ദൈവം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഉപദേശം കേൾക്കുവാൻ തക്കവണ്ണം അനേകായിരങ്ങൾ കടന്നു വന്നു. നേരം വൈകിയത് കൊണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു, കർത്താവെ, ഇവർ നഗരങ്ങളിൽ പോയി ആഹാരം കൊള്ളട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആഹാരം വാങ്ങട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരും വിശന്ന് വലഞ്ഞു പോകും എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല, അത് എൻ്റെ കയ്യിൽ കൊണ്ടുവരുവീൻ എന്ന് യേശു പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ കയ്യിലേക്ക് ഈ 5 അപ്പവും 2 മീനും അവർ കൊടുത്തു. യേശു അതിനെ വാഴ്ത്തി നുറുക്കി അനേകർക്ക് വേണ്ടി വിളമ്പി. ഏകദേശം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ 5000 പുരുഷന്മാരെന്നാണ് തിരുവചനം അവിടെ പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ കൈക്ക് പിടിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൽ നാം പൂർണ്ണമായി സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മെ പുലർത്തും. ദൈവത്തിൻ്റെ വചനം ഈ വണ്ണം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരങ്ങളിൽ, നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ
ആപത്തിൽ ഏറ്റവും അടുത്ത തുണയായ യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ എല്ലാ പാപഭാരവുമായി, നമ്മുടെ വേദനയുടെ, പ്രയാസങ്ങളുടെ, നിലവിളികളുടെ എല്ലാ ദുഃഖഭാരങ്ങളുമായി യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. അവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന വാഗ്ദത്തം നമുക്ക് നൽകുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഇമ്പശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നുവെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ഒരിക്കലും നിങ്ങൾ തിരസ്കരിക്കില്ല. ഒരിക്കലും നിങ്ങൾ ആ ശബ്ദത്തെ തിരസ്കരിക്കില്ല. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. ആമേൻ.